തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അപ്രായോഗികമായ NMMS, ജിയോ ടാഗ് തുടങ്ങിയ പരിഷ്കാരങ്ങൾ പിൻവലിക്കുക, ക്ഷേമ പദ്ധതി പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് വക്കം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി ദാരിദ്ര്യമില്ലാതാക്കാൻ തുടങ്ങിയ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത ശൈലജ ബീഗം പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെളിയിലും ചേറിലും കുപ്പിത്തോടിലും അതുപോലെ എല്ലാ ചള്ളയിലും അല്ലെ എല്ലാ കച്ചടകളും വലിച്ചു വാരിക്കളഞ്ഞ് ഈ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നന്നായി അല്ലെങ്കിൽ കാർഷികവൽക്കരിക്കുന്നതിന് വേണ്ടി, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി, കൃഷിക്ക് അനുയോജ്യമായി ഭൂമി തരപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി, അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി, തോടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി, കേരളത്തിനെയും ഇന്ത്യയെയും ഒക്കെ നന്നായി ഫലപുഷ്ടിമാക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വേതനമായിട്ട് നമുക്ക് തരുന്നത് 346 രൂപയാണ്. മതിയോ നമുക്ക്? ആ നരേന്ദ്രമോദിക്കും BJP ഗവൺമെന്റിനും പാവപ്പെട്ട തൊഴിലാളിയുടെ കണ്ണുനീരറിയില്ല, വിശപ്പറിയില്ല. അവർക്കറിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഭരിക്കണം. ആ ഭരിക്കണമെങ്കിൽ ജാതി വേണം, ഭരിക്കണമെങ്കിൽ മതം വേണം. ഈ ജാതിയും മതത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ വിശപ്പ്, അവരുടെ അന്നം, അവരുടെ ജീവിതം ഇതെല്ലാം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഇന്ന് BJP ഭരിക്കുന്ന ഈ നരേന്ദ്രമോദിയും അതിന് എന്താണ് ചട്ടുകം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിൽക്കുന്ന RSSഉം. അല്ലാതെ ഇവിടെ കൂടുതൽ തൊഴിൽ ചെയ്യുന്നവരെല്ലാവരും ഒരു ജാതിക്കാരാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ ജാതിയും ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നടപ്പിലാക്കാൻ പറ്റില്ല. തൊഴിലാളികളുടെ അന്നം മുട്ടിക്കുന്ന ഈ ആപ്പ് വേണ്ട. ആ ആപ്പ് മാത്രമല്ല, ഇപ്പൊ ജിയോ ടാഗ് വെച്ചിരിക്കുക. ആ ജിയോ ടാഗും നമുക്ക് വേണ്ട. ഇടക്കാലത്ത് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് ഡ്രോൺ കൊണ്ടുവന്ന് നിങ്ങൾ പണി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടം പിടിക്കുന്നതിന് കല്യാണ വീടുകളിലെല്ലാം നിങ്ങൾ പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ പടം വരുമല്ലോ. നമ്മൾ നിൽക്കുമ്പോൾ മുടിയൊക്കെ പറഞ്ഞ് ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്താണ് വരുന്നത്? അയ്യോ, ക്യാമറ. ഈ ക്യാമറ വെച്ച് പിടിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു കേരളത്തിലെ തൊഴിലാളികൾ തൊഴിൽ ചെയ്യുമ്പോൾ ആ ക്യാമറ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ സമരം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നത് നേതാക്കന്മാരും ഞങ്ങളും രാഷ്ട്രവിന്റെ മുന്നിലും പോയി ഡൽഹിയിൽ ഞങ്ങൾ ഇതിന് പരാതി കൊടുത്തു. അങ്ങനെ ഡ്രോൺ വരുത്തിയില്ല. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം നൌഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം സുനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സിമി, ഫെമിന, വക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജു തുടങ്ങി CPM പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡയറി കേരളം, കടക്കാവൂർ. PSC അംഗീകാരമുള്ള ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നിങ്ങൾക്കും ഗവൺമെന്റ് അംഗീകൃത ടീച്ചറാകാം. പരീക്ഷാ ഭവൻ നേരിട്ട് നടത്തുന്ന കോഴ്സുകൾ. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഏക സ്ഥാപനം ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വലിയകുന്ന്, ആറ്റിങ്ങൽ.